നമസ്കാരം. ഞാൻ സുനിൽ നെല്ലായി. എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ യുവജനോത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും പറയണം തോന്നി. അപ്പോൾ സമയം കിട്ടുന്ന ദിവസങ്ങളിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്തിടുന്നു. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ നേരിട്ട് കണ്ട് പറയുന്നതിനും സംസാരിക്കുന്നതിനാണ് എനിക്ക് കൂടുതൽ സന്തോഷം. പക്ഷേ സാഹചര്യങ്ങളും എല്ലാവരെയും കാണാൻ കഴിയുമല്ലോ. പക്ഷെ ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. സത്യത്തിൽ ഈ യുവജനോത്സവത്തിൻ്റെ ഒരുപാട് ഇഷ്യൂ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയുണ്ടായി. നൃത്ത രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരോട് നിങ്ങളുടെ മക്കളെങ്കിലും നിങ്ങൾ ഇത്തരം വേദികളിൽ നിന്നും മാറ്റി നിർത്തണം. അപ്പോൾ അതിനൊന്ന് രണ്ട് എന്നോട് പേര് ചോദിച്ചു, മാഷേ നമ്മുടെ കുട്ടികൾക്കും ഒരു അംഗീകാരം കിട്ടണ്ടേ? പക്ഷേ ഞാൻ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നൃത്ത അധ്യാപകൻ, സംഗീത അധ്യാപിക, അതല്ലെങ്കിൽ ഏത് കലയായിട്ട് നിങ്ങളുടെ കുട്ടികളെ ഒരു മത്സരത്തിന് അയച്ച് ഒരു അംഗീകാരം കിട്ടിയാൽ ഒരിക്കലും സമൂഹം അതിനൊരു നല്ല പേര് പറയില്ല. കാരണം അതിപ്പോ നൃത്തമാണെങ്കിൽ അത് ഇന്നാളുടെ മോളല്ലേ, അവര് അച്ഛനും അമ്മയും നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്നു, അവരുടെ കുട്ടിയല്ലേ, അപ്പൊ അതിനിപ്പോ എന്താ പ്രത്യേകത? സംഗീതമായാലും ചിത്രകലയായാലും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ മക്കള് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എന്ത് ചെയ്താലും ജനം അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ഈ ഫീൽഡിലുള്ളവർ തന്നെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ. മറ്റൊരു കുട്ടിയുടെ ആണെങ്കിൽ അവർ പുകഴ്ത്തി പാടും. പക്ഷെ ഒന്നും മനസ്സിലാക്കണം, ഒരു നൃത്ത അധ്യാപകന്റെ കുഞ്ഞിന് ആ കല ലഭിച്ചോളണമെന്നില്ല. എത്രയോ പേരെ എനിക്ക് നർത്തകര്, ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കുന്ന നൃത്തത്തിനെ കുറിച്ചും അതിൻ്റെ ഭാഗങ്ങളെ കുറിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ നർത്തകർ എന്ന് ഞാൻ പറഞ്ഞത്. എത്രയോ പേരെ എനിക്കറിയാം മക്കൾക്ക് കലയില്ലാത്തവർ. അതായത് ഈ അധ്യാപികയോടോ അല്ലെങ്കിൽ അധ്യാപകനോടോ കൂടി സത്യം പറഞ്ഞാൽ ആ കല ഇല്ലാണ്ടാവും ആ കുടുംബത്ത്. അതിലവർക്ക് ഒരുപാട് ദുഃഖമുണ്ട്, അച്ഛനും അമ്മയ്ക്കും ആ കലാകാരിക്ക് ആരായാലും. പക്ഷെ ഇതൊക്കെ ഈശ്വരാനുഗ്രഹമാണ്. ഭഗവാൻ ദൈവം തീരുമാനിക്കുന്ന പോലെ തന്നെ വരുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞു വന്നൊരു പ്രധാന വിഷയം ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് മറ്റൊരു കാര്യമുണ്ട്. ഞാൻ കണ്ണൂർ ആദ്യമായി ജഡ്ജ്മെന്റിന് പോകുന്നു. റവന്യൂ കലോത്സവം വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ജഡ്ജ് ചെയ്തവരൊക്കെ ഇന്ന് അവിടെ അധ്യാപകരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, വളരെ നല്ല പ്രഗത്ഭരായ അധ്യാപകരായിട്ട്. എനിക്കൊരുപാട് സന്തോഷമാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ള ലെവലിൽ നല്ലോണം ഉയർന്നു വരികയും നല്ലൊരു കൊറിയോഗ്രാഫർ എന്നുള്ള ലെവലിലൊക്കെ വരുമ്പോൾ കാണുമ്പോൾ സന്തോഷമാണ്. കാരണം ഇങ്ങനെ നോക്കിയെന്ന് കാണാമല്ലോ, ആ കുട്ടി നമ്മൾ പോയ വഴികളല്ലേ, അവരൊക്കെ വളർന്നു വരട്ടെ, എല്ലാ കുട്ടികളും, എല്ലാ അധ്യാപകരും, ആൺ പെൺ വ്യത്യാസമില്ലാതെ. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്, എനിക്കത്രേ പറയാനുള്ളൂ. കാരണം ഞാൻ കണ്ണൂർ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ ജഡ്ജ്മെന്റ് കഴിഞ്ഞ്, അത് കണ്ണൂരിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഞാൻ ജഡ്ജായിട്ടിരുന്നിട്ട് ജഡ്ജ്മെന്റിൽ ഞാൻ ഒരു കാര്യം ഈ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവും. അത് നമ്മളുടെയൊക്കെ ഒരു പ്രശ്നമാണല്ലോ, മറ്റൊന്നുമല്ല. അപ്പോഴാണ് നമുക്ക് ഓരോ ടോപ്പിക്ക് മനസ്സിലേക്ക് കയറി വരിക. ഈ ജഡ്ജ്മെന്റിന് ഇരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം, ജഡ്ജസിനോടാണ്, നിങ്ങളുടെ മുഖമാണ് ആ പെർഫോം ചെയ്യുന്ന കുട്ടികളുടെ കോൺഫിഡൻസ്. ഞാൻ ഏത് ജഡ്ജ്മെന്റ് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ. എന്ത് രസം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവർ എന്ത് ഭംഗിയാണ് അവർ ഓരോ കുട്ടികളും കളിക്കുന്നത്. അതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത് കണ്ടുപിടിക്കാൻ തന്നെയാണ് നിങ്ങൾ ചെന്നിരിക്കുന്നത്, സമ്മതിച്ചു. പക്ഷേ ആ കുട്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ടും നല്ലതിലും ചെയ്യണം. എന്ത് രസമല്ലേ ഒരേ അഭിനയം വരുമ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്ത് നഷ്ടമാണ്? ആ കുട്ടിയുടെ മിസ്റ്റേക്ക് വന്നാലും നമ്മൾ ഉടനെ എന്താ ഇത്, ഇങ്ങനെയൊക്കെ എന്തായി കാണിക്കണത്, കഷ്ടം, ഇങ്ങനെ. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. പല അധ്യാപികമാരും ജഡ്ജസ് ചെന്നിരുന്നു കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് മാറുകയാണ്. ദേ തിങ്ക് ദാറ്റ് ദേ ആർ ദി ഗ്രേറ്റ് എന്നുള്ളതാണ്. അത് എന്താ പറയുക, അത് വളരെ അല്പത്വമാണ്. നമ്മളെക്കാൾ കഴിവുള്ളവരാണ് സ്റ്റേജിൽ നിൽക്കണമെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അതുപോലെ നമ്മളെക്കാളും 10 മടങ്ങ് കഴിവുള്ളവരും ആണ് ആ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. പിന്നെ അത് ഞാൻ കഴിഞ്ഞൊരു
ഒരു ഇതിന് പറയുകയുണ്ടായി, ഒരിക്കലും ഒരു കുട്ടിയുടെ പെർഫോമൻസ് കണ്ട് ആ അധ്യാപികയെ ജഡ്ജ് ചെയ്യരുത്. കാരണം ആ കുട്ടിയുടെ ശാരീരിക മാനസിക നില വ്യത്യസ്തമായിരിക്കും. അതിന് ഒരു ഉത്തരവാദി നിങ്ങൾ കൂടിയാണ്. അതായത് ജഡ്ജായ നിങ്ങൾ തുടക്കത്തിലേ തന്നെ ആ കുട്ടിക്കൊരു നെഗറ്റീവ് എനർജി കൊടുക്കാവുന്ന പോലെ ഇത്തരം എക്സ്പ്രഷൻസ് അവരെ തളർത്തി കളയും. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെല്ലുമ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ജഡ്ജ്മെന്റിന് പോണവർ വളരെ സന്തോഷമായിട്ട് അവർ തെറ്റ് ചെയ്തോട്ടെ, നിങ്ങൾ മാർക്കും കൊടുക്കണ്ട, ഞാൻ സമ്മതിച്ചു, നിങ്ങൾ തെറ്റ് കണ്ടുപിടിച്ചോളൂ. പക്ഷെ ആ മുമ്പിലിരിക്കുമ്പോൾ നല്ല സന്തോഷമായിട്ടിരിക്കുക. എന്ത് രസം ആ കുട്ടികൾ കളിച്ചിരുന്നു. ഒന്നിലും നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് പോകൂ. അപ്പം നിങ്ങൾക്ക് ആ സന്തോഷം കണ്ടെത്താൻ പറ്റും. അതൊരു പോയിന്റ്. രണ്ടാമത്തെ കണ്ണൂർ സംഭവം ഞാൻ പറയാം. കണ്ണൂർ ജഡ്ജ്മെന്റിന് ഞാൻ ഇരുന്നു, ജഡ്ജിങ് കഴിഞ്ഞു. എന്നെ വിളിച്ചത് അന്നത്തെ DD ആയിരുന്ന ഉഷാ കിരൺ, അവരാണ് വിളിച്ചത്. അപ്പം ഞാൻ ജഡ്ജ്മെന്റ് കഴിഞ്ഞ ഉടനെ സംഘാടകർ എൻ്റെ അടുത്ത് വന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, കണ്ടില്ലേ നിങ്ങൾ പാലക്കാട് അവസ്ഥ. ഞാൻ ആരെയും കുറ്റം പറയല്ല, പക്ഷെ ഒരാളെ അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. അത് ഓഡിയൻസ്, പബ്ലിക് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ശരിയാണ്, ഞാനും ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ, അത് സത്യമാണ്. കാരണമുണ്ടേ. അതോടെ ഞാൻ ജഡ്ജസിനോട് പറയണം, നിങ്ങൾ അർഹതയുണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയിരിക്കാവൂ. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അന്ന് ഈ കണ്ണൂർ ഈ സംഭവം നടക്കുമ്പോൾ ജഡ്ജസ് എന്നോട് സംഘാടകർ വന്നിട്ട് പറഞ്ഞു, മാഷ് വേഗം ഇവിടെ നമുക്ക് മാറണം, റിസൾട്ട് പറയണേക്കാന്നുമ്പോൾ മാഷ് പൊക്കോളൂ, അത് വലിയ പ്രശ്നം ഉണ്ടാക്കും ഇവിടെ. ഞാൻ പറയും, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. മാഷെ ഞങ്ങൾ ഉത്തരവാദിയല്ല, എന്തെങ്കിലും ഉണ്ടായാൽ സാരല്ല, അത് ഞാൻ സഹിച്ചു. എനിക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞു. സത്യം പറയട്ടെ, ജഡ്ജ് ഇന്നലെ അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ എനിക്ക് അറിയാൻ, പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, മാഷയുടെ തൊലിക്കട്ടിയ ഭാരട്ടോന്നും. ശരിയാണ്, സ്വല്പം തൊലിക്കട്ടിയുള്ള കൂട്ടത്തിലാണ്. ഇതൊക്കെ തന്നെ ഉണ്ടാക്കി തന്നത്. ഞാൻ റിസൾട്ട് പറഞ്ഞു തുടങ്ങി എൻ്റെ അടുത്ത്, ആരോടാ നീ അല്ലടാ, നീ മറ്റവനല്ലടാ, മറിച്ചവനല്ലടാ, നീ പുറത്തേക്ക് വേടാ, നിന്നെ എടുക്കാടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വെച്ചു അബദ്ധായോ ഇരുന്നത്. കുഴപ്പമില്ല, ഫേസ് ചെയ്യാന്നുള്ളതിലല്ലേ ഇരുന്നേ. തെറി എന്ന് പറഞ്ഞ നമ്പർ 1 തെറിയാ. ഞാൻ വേഗം സ്റ്റേജിൽ കയറി. ഞാൻ പറഞ്ഞു, എല്ലാവരും ക്ഷീണിച്ചോ? എന്നെ വഴക്കൂറൻ ക്ഷീണിച്ചോ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇതിൽ മുമ്പ് കണ്ടുണ്ടോ ഇത്തരം ധൈര്യത്തോടുകൂടി സ്റ്റേജിൽ വരുന്ന ഒരു ജഡ്ജിന്? കാരണം അവരുടെ പണി കഴിഞ്ഞാൽ അവർ പോവും. കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പ്. ഞാൻ കുറ്റം പറയുകയല്ല, നിങ്ങൾക്ക് കിട്ടിയ അനുഭവമായിരിക്കാം നിങ്ങളെ അങ്ങനെ പറയിപ്പിച്ചത്. അത് ഞാൻ 2 വശവും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അറിയാതെ ഒരാളെ ക്രൂശിക്കരുത്. ആരാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് കാരണം? ഞാൻ മൈക്കെടുത്ത് സംസാരിച്ചത് ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ 10ാം ക്ലാസ്സും ഗുസ്തിയല്ല. എൻ്റെ ഫീൽഡിൽ അതായത് ഇപ്പം എന്നെ ഒരു ക്രിക്കറ്റ് കോച്ചാക്കിയാൽ ഞാൻ പോവില്ല. എനിക്കറിയാം ക്രിക്കറ്റ് ബോൾ എടുക്കാൻ, അതുമ്പോൾ തുപ്പാൻ, അത് ഒരു സ്റ്റൈലാണല്ലോ, ഇങ്ങനെ തുപ്പി കാണിക്കാനാണ് ഞാൻ. പിന്നെ ഇങ്ങനെ ടൊരയ്ക്കും ബാക്കിൽ ചന്തയുമായിട്ട്. എന്നിട്ട് എനിക്ക് അത്യാവശ്യം എഴുതാനറിയാം. ഞാനൊരു ക്രിക്കറ്റ് കോച്ചാവൂ? ആവില്ല. ഞാൻ അതിൻ്റെ ട്രെയിനിങ് എടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനതിന് പോവാവൂ. ഞാൻ നൃത്തത്തിൻ്റെ ജഡ്ജിയായിട്ട് പോകാൻ അർഹതയുള്ള വ്യക്തിയാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അതിന് പോവാവൂ. എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ. പക്ഷെ ഞാൻ അവിടുന്ന് സംസാരിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ്സും ഗുസ്തിയല്ല. എൻ്റെ അപ്പം പറയും 10ാം ക്ലാസ്സും ഗുസ്തിയെ കളിയാക്കല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഓരോ ഫീൽഡിൻ്റെതായ കാര്യമാണ് പറഞ്ഞത്. എനിക്കിതിൽ അത്യാവശ്യം നോളജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും ഇല്ലേ? ആർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇടാൻ, ആർക്ക് വേണമെങ്കിൽ പറ്റില്ലേ? പറ്റും. കാരണം ഫസ്റ്റ് ഇടാൻ ഇപ്പം എന്താ വിഷമം? പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് എന്തുകൊണ്ട് സെക്കൻഡ്, അല്ലെങ്കിൽ നിങ്ങളിട്ട കുട്ടിക്ക് എന്തുകൊണ്ട് സെക്കൻഡായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രൈസ് കിട്ടിയില്ല, ഇത് പറയണമെങ്കിലേ കുറച്ചറിവ് വേണം, തൻ്റെ ഇടവും വേണം, അറിവ് വേണം. അതാണ് പ്രധാനം. ഇത് കേട്ട ഉടനെ ഈ കൂകി വിളിച്ച്
പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ സൈലൻ്റായി അവിടെ. സത്യം ഞാൻ പറയട്ടെ, എനിക്ക് കണ്ണൂർക്കാരെ ഒരുപാട് ഇഷ്ടമാണ്. ഇത്രയും ഹോസ്റ്റിങ് കണ്ണൂർ കോഴിക്കോട് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഉള്ള കാര്യം ഞാൻ പറയാം. കണ്ണൂർ കോഴിക്കോട് പോകും ഹോസ്റ്റിംഗ് ഭയങ്കരമാണ് അവർ. മേ ബി ദേ ആർ അവിടെയുള്ളവരുടെ സിൻസിയറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഹാർഡ് വർക്ക്ഡ് ആണ്, ഓപ്പൺ ഹാർട്ടഡ് ആണ്, പിന്നെ കുറച്ച് എന്താ പറയുക ഷോർട്ട് ടെമ്പേർഡാണ്. ഞാനും അതെ കേട്ടോ, ഷോർട്ട് ടെമ്പേർഡാണ് കുറച്ച്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ പൾസ് മനസ്സിലാവും. ഞാൻ വേഗം അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് 1-ാം സ്ഥാനം കൊടുക്കാനില്ല, മറിച്ച് 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും 1 സ്ഥാനവും കിട്ടാത്തവരുടെ കുഴപ്പങ്ങൾ. ഒരിക്കൽ കണ്ണൂര് ആ കുട്ടി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. 2-ാം സ്ഥാനം ലഭിച്ച ഒരു കുട്ടിക്ക് കൊടുത്തു ഞാൻ. ആ കുട്ടിയുടെ അച്ഛനും വളരെ മാന്യമായ അച്ഛനും. എന്താ മാഷെ കുഴപ്പം? അപ്പം ഞാൻ പറഞ്ഞു, ആ മോള് കളിക്കുന്നത് അതിഗംഭീരമാണ്, പക്ഷെ പലപ്പോഴും കുച്ചിപ്പുടിയുടെ ഇൻഫ്ലുവൻസ് അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടികളെ ഭരതനാട്യം, മൂന്നോട്ടം, കുച്ചിപ്പുടിയും, കഥകളി, ഓട്ടത്തിലുള്ള എല്ലാ കുന്തോങ്ങളികളെ പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് ആ കുട്ടിയെ നശിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓരോ പാരൻസും അത് ശ്രദ്ധിക്കുക, സ്കൂളുകാർ ശ്രദ്ധിക്കുക. ഒരു കുട്ടിക്ക് ഒരൊറ്റ ക്ലാസിക്കലായിട്ടേ കൊടുക്കാവൂ, ഭരതനാട്യം മാത്രം ഒരു കുട്ടി. ഓക്കെ, മോഹിനിയാട്ടത്തിന് വേറെ കുട്ടി പോട്ടെ, കുച്ചിപ്പുടി വേറെ കുട്ടി പോട്ടെ. എങ്കിൽ നമ്മുടെ നാട്ടിലെ കുറച്ച് ഭാവിയിൽ കുറച്ച് നല്ല ആർട്ടിസ്റ്റ് ഉണ്ടാവും. ഈ 19 വർഷമായിട്ട് ഇത്രയും യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയിട്ടും വിരലിൽ എണ്ണാവുന്ന ആർട്ടിസ്റ്റേ ഈ രംഗത്തുള്ളൂ. എന്താ കാരണം? ക്വാളിറ്റി നോളേജ് ഉള്ള ഡാൻസേഴ്സിലെ ഞാൻ കുറ്റപ്പെടുത്തി പറയില്ല. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ ഞാൻ പരിചയപ്പെടാനിടയുണ്ടായി. ആ വർഷങ്ങളായിട്ട് ക്ലാസ്സൊക്കെ എടുക്കണം, ഭയങ്കര ബിസിയായ ഒരു ടീച്ചറാണ്. ഞാൻ ചില തിയററ്റിക്കലായിട്ട് ചില കാര്യം ചോദിച്ചപ്പോൾ, പക്ഷേ അതൊന്നും എനിക്ക് ഓർമ്മ, എനിക്കറിയില്ല കേട്ടോ പക്ഷേ അത്. അപ്പം എനിക്ക് സങ്കടം തോന്നി. നിങ്ങളൊരു പെർഫോമർ എന്നുള്ള ലെവലിൽ കുഴപ്പമില്ല, നിങ്ങളുടെ നോളേജ് വളരെ കുറവായാലും എനിക്ക്, പക്ഷെ ഒരു ടീച്ചറാകുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കും നിങ്ങൾ. ഞാൻ എപ്പോഴും പറയും, ഒരു അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപിക, ഒരു ഡോക്ടർ, ഇവർ രണ്ടുപേരും വ്യാജമാണെന്നറിഞ്ഞാൽ തക്കതായ ശിക്ഷ കൊടുക്കണം. കാരണം അവരൊരു ജനറേഷനെ ഇല്ലാണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പം വീണ്ടും നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ കണ്ണൂരിൽ നിന്ന് സംസാരിക്കണം. ഞാൻ ഇതിനല്ല വന്നത്, നിങ്ങളുടെ കുട്ടികളുടെ കുഴപ്പം തീർക്കാനാണ്. ഇത് പറഞ്ഞോട്ടെന്നെ കൈയടി തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് കുട്ടിയുടെ കംപ്ലൈൻ്റ് ആണ് എന്നോടും ഒന്ന് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കുട്ടിയുടെ കുച്ചിപ്പുടിയുടെ, അതായത് കുച്ചിപ്പുടി ശൈലികളുണ്ട്. ഇപ്പം നമ്മൾ ഈ കൈയൊക്കെ എടുക്കുമ്പോൾ കാല് നീട്ടി വെക്കലൊക്കെ കുച്ചിപ്പിടിക്കാം, മനസ്സിലായോ? അതുപോലെ ഇത്തരം പ്രയോഗങ്ങളെ നിങ്ങൾ കുച്ചിപ്പുടി പഠിപ്പിക്കുന്നവർക്കൊക്കെ അറിയാലോ. അതുപോലെ കുച്ചിപ്പുടിയുടേതായ ചില ഹിപ്പ് മൂവ്മെൻറ്റുകൾ ഇതൊക്കെ ഉണ്ട്. ഇത് ഭരതനാട്യത്തിന് വരില്ല, മനസ്സിലായോ? ഭരതനാട്യത്തിന്റെ ശൈലി വരണം. ഇപ്പം അത് ഞാൻ ഒരിക്കലും ഇന്റർവ്യൂ കാണിക്കണ്ടേ, തത്തിൻ കിണ്ണത്തും, ഇത് കറക്റ്റാ ബാക്കിൽ പോകണം, മനസ്സിലായോ? അതുപോലെ ഇപ്പോൾ ഈ മോഹിനിയാട്ടത്തിലാണെങ്കിലും ഈ ഒരു ആ ഫ്ലോ വരണം, മനസ്സിലായോ? ഇപ്പൊ കുച്ചിപ്പിടിക്കാണെങ്കിൽ തത്തിൻ ഇത് മൂക്ക് വഴി ഇങ്ങനെയാണ് ഇതിന്റെ ഫിനിഷിങ് വരുന്നത്. അതുപോലെ എല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് കുട്ടികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റില്ല, പക്ഷെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജി ആണെങ്കിൽ അവർക്കത് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഒരു ജഡ്ജിനെ തെറി വിളിക്കണേക്കാൾ മുമ്പ് നിങ്ങളത് കൃത്യമായിട്ട് അറിയാൻ ശ്രമിക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് നൃത്തത്തെക്കുറിച്ചാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യം പിന്നെ നൃത്തം ചെയ്യുന്നവരോട്, അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ശാസ്ത്രീയ നൃത്തത്തിൻ്റെ ലക്ഷ്യം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തകലകളുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാനത് ഒരുപാട് പേരോട് ചോദിക്കേണ്ടതുണ്ട്, ഇന്നലെയും കൂടി ചോദിച്ചു. ക്ലിയർ ഒരു പിക്ചർ അല്ല, ഒരു പക്ഷേ അവരുദ്ദേശിക്കേണ്ട ക്ലിയർ ആയിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന അവരിതല്ല കിട്ടുന്നത്. ഭക്തിയാണ്. എന്താണ് ഭക്തി? സത്യം പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ മൈൻഡ് പ്യൂരിഫിക്കേഷനാണ്. ഒരു ശാന്തതയിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് കാണികളെ ഒപ്പം നമ്മളെ എത്തിക്കാൻ കഴിയുന്ന ആ പ്രവണതയ്ക്കാണ് ഭക്തി എന്ന് പറയുന്നത്. എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം ഇറക്കി വെക്കാനാണ്, അല്ലാണ്ട് അവിടെ നിന്ന് ഒരു സാധനം കിട്ടാനല്ല. ഭഗവാൻ ചെല്ലുമ്പോഴേ ഒരു പണക്കിഴി അങ്ങോട്ട് പണ്ടത്തെ രാജാക്കന്മാർ കൊടുക്കണം പോലെ കൊടുക്കില്ല. മറിച്ച് നമ്മൾ വിശ്വസിക്കുകയാണ്, ഞാനെല്ലാം ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ യേശുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാവിനോട് പറഞ്ഞിട്ടുണ്ട്, നീ അദ്ദേഹം നോക്കിക്കോളും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ കല ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ്.
ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോണ കണ്ടാൽ പിടിച്ചടക്കിയ ഒരു പട്ടാളക്കാരൻ്റെ മനോഭാവത്തോടുകൂടി. അതൊരിക്കലും ചെയ്യരുത്. എന്ത് കൊറിയോഗ്രാഫി കഴിയുമ്പോഴും എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. പൂതനയുടെ ആയിക്കോട്ടെ, കംസന്റെ ആയിക്കോട്ടെ, രാവണന്റെ ആയിക്കോട്ടെ, ഇതെല്ലാം ഇപ്പം നമ്മൾ പൂതനെ കാണിച്ച് ഇങ്ങനെ കുട്ടിയെ നോക്കണു, എന്തെങ്കിലും ക്രൂവലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കണം. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനൊരു കാണിക്കണം ഭഗവാൻ. ഇതെല്ലാം അങ്ങനെ ചെയ്തില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? മനുഷ്യ നന്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വേണം ഓരോ പോക്ക്. അതുപോലെ എപ്പോൾ കഴിഞ്ഞ് പോകുമ്പോഴും ഇങ്ങനെ ഒന്ന് ഇറങ്ങി പോവുക. കാരണം നിങ്ങൾ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കൂ, അവരിൽ കുറച്ച് നന്മ അവശേഷിക്കട്ടെ. അല്ലാതെ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ അവരിൽ ഒരു വൈരാഗ്യവും വിദ്വേഷവും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം പോകുന്നത്. കുട്ടികൾ തന്നെ ചെന്നിരിക്കുന്നത് തന്നെ കണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിലാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ എനിക്ക് ചിരി വരും. കാരണം അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. എപ്പോഴും ഒരു കോസ്റ്റ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. ഭഗവാനെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റിയ ഇത്ര ആൾക്കാർ. അപ്പോൾ നമ്മുടെ ഓഡിയൻസ്, ഞാൻ എപ്പോഴും ഒരു സാഷ്ടാംഗ നമസ്കാരം കൊടുക്കാറുണ്ട്. എന്ത് പ്രോഗ്രാം ചെയ്താലും എൻ്റെ ഒരു സ്റ്റുഡൻസ് കളിക്കുകയാണെങ്കിലും ഞാൻ സ്റ്റേജിൽ കയറാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ, കാരണം ഓഡിയൻസ് ആണ് ഗ്രേറ്റ്. നമുക്ക് ഓഡിയൻസ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്റ്റേജിൽ പെർഫോമറെ തമ്മിലുള്ള ഏറ്റവും വലിയ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെയാണ് നമുക്ക് ഓഡിയൻസ്. അവരുടെ ജീവിതത്തിലെ 10-24,000 മണിക്കൂറേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? അതായത് 24,000 ദിവസം, മണിക്കൂറല്ല, ഒരു 60 × 24 എന്നുള്ള ലെവലൊക്കെ നോക്കിക്കോളൂ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ 60 വയസ്സ് വരെ മനസ്സിലാവുണ്ട്. അതിൽ 365 × 24 അങ്ങനെയൊക്കെ കൂട്ടി വെക്കുമ്പോൾ ഏകദേശം വളരെ ലിമിറ്റഡ് ടൈം. ഇതിൽ 2 മണിക്കൂർ ഒരു പരിചയമില്ലാത്ത നമുക്ക് അവർ തരികയാണ്. ഒന്ന് ആലോചിച്ചു, ശരിയല്ലേ? അവർ കാണാൻ വരുന്നത്. അപ്പം അവരല്ലേ നമുക്ക് നന്ദി പറയണ്ടേ? അപ്പം അതുകൊണ്ട് അതും ചെയ്യാം. ഇപ്പം ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എനിക്ക് കുട്ടികളുടെ പെർഫോമൻസ്, അതുപോലെ കൊറിയോഗ്രാഫി, ദയവ് ചെയ്ത് നിങ്ങൾ നല്ല കൊറിയോഗ്രാഫി കൊണ്ടുവന്നോളൂ. ഓരോ സമയത്തിൻ്റെയും ഇന്നോവേഷൻസ് നല്ലതാണ്. പക്ഷേ അതിൻ്റെ ചിട്ടകളെ അല്ലെങ്കിൽ ചെയ്തു വച്ചിരിക്കുന്ന ആ ഒരു രീതിയെ നശിപ്പിച്ചു കൊണ്ടാവരുത് മക്കളെ. നിങ്ങൾ എന്ത് രസമായിട്ട് ഓരോ കുട്ടികളും കൊറിയോഗ്രാഫി ചെയ്യുന്നത്, നല്ല ഭംഗിയുണ്ട് കളിക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികളെ, പക്ഷെ ആ കൊറിയോഗ്രാഫിയിലൊക്കെ ചില കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നും. കാരണം എന്താണെന്നറിയോ? അതിൽ കുറച്ച് ഫോക്ക് കയറിയിട്ടുണ്ട്, കുറച്ച് കുച്ചിപ്പിടി കയറും, കുറച്ച് മോഹിനിയാട്ടം കയറും, കഥക്കിൻ്റെ കുറേ ഭ്രമരി ഭേദങ്ങൾ കുറച്ചധികമാവും. അപ്പം ചോദിക്കാം, ഇതൊക്കെ ആയിക്കൂടെ ഭരതനാട്യത്തിൽ? പാടില്ല എന്നല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കടക്കുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുച്ചിപ്പിടിയുടെ ശൈലി വരുന്ന ഭരതനാട്യം കളിച്ച കുട്ടിക്ക് ഞാൻ സെക്കൻഡ് കൊടുക്കുകയും, കുട്ടിയുടെ പേര് പറയാൻ എനിക്ക് വിഷമമൊന്നുമില്ല, അർച്ചിത, കോഴിക്കോട്, മുട്ടിക്കുകയാണ്. എന്ത് രസമാണ് പെർഫോം ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ അങ്ങനെ എനിക്കറിയാം. പക്ഷെ ഞാൻ ആ കുട്ടിക്ക് സെക്കൻഡ് കൊടുത്തിട്ട് ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഇന്ന ഐറ്റംസിൽ ഇന്ന സ്ഥലത്ത് മോള് കുച്ചിപ്പിടി. അപ്പോൾ ആ കുട്ടി എഗ്രി ചെയ്തു, ശരിയാണ് മാഷ് പറയുന്നത്, അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഞാൻ മാറ്റിക്കോളാം, എൻ്റെ സാറിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണം വിത്ത് യുവർ ടീച്ചർ പെർമിഷൻ. ടീച്ചർ മാറ്റും, അല്ലാണ്ട് വേറെയല്ല. എന്നിട്ട് നിങ്ങൾ ടീച്ചർ ചോദിച്ചിട്ട് എന്താ ടീച്ചറുടെ സജഷൻ പോലെ ചെയ്തോളൂ, കുഴപ്പമില്ല. ചെന്നു ആ കുട്ടി മാറ്റി. എനിക്ക് തോന്നുന്നു ആ വർഷം സ്റ്റേറ്റ് ഫസ്റ്റ് ആവുന്നു. ഐ എം സോ പ്രൗഡ്. അതാണ് ഒരു ജഡ്ജിൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സവിശേഷത എനിക്ക് തോന്നുന്നു. തിരുത്താനാണ് നമ്മൾ പോയിക്കണം. ഒരു പക്ഷേ ആ മോള് ഞാൻ അവിടെ ഫസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ അവൾ അതേ ഐറ്റം അതേപോലെ സ്റ്റേറ്റിൽ പോയി കളിക്കും. അതോടുകൂടി അവളുടെ പ്രൈസും ഇല്ലാണ്ടാവും. ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞത് വലിയൊരു വീഡിയോ ആയി പോയിട്ടോ. പക്ഷേ എനിക്കറിയില്ല ഇത് ആൾക്കാർ കാണുമെന്ന്. എന്നാലും കുറേശ്ശായിട്ട് പറയാല്ലേ. ഇനിയും കുറേ കാര്യങ്ങൾ പറയാണ്ട്, അത് പിന്നെ പറയാം. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം. ഹാപ്പി സൺഡേ.